അതായത് ഈ പറയുന്ന വി ഡി സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത MLA-മാർ ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ AK ആന്റണി സാർ ഉൾപ്പെടെ സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിൻ്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരൻ്റെയും ഉമ്മൻചാണ്ടി സാറിൻ്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിൻ്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിൻ്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും പുച്ഛഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടൽ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി UDF-ന്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. എൻ്റെ ജീവൻ നിലമ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലാണ്. ആ മലയോര കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോരാട്ടം മുഴുവൻ നടത്തിയത്. അവരുടെ കാർഷിക പ്രശ്നങ്ങൾ, അവിടുത്തെ വന്യമൃഗ ശല്യം, ഈ പോലീസിൻ്റെ അക്രമം, തൊഴിലാളികളുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നം, ഈ പറയുന്ന ടാപ്പിംഗ് തൊഴിലാളികളുടെ പ്രശ്നം, ഈ പറയുന്ന എന്താ പറയുക കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് സബ്സിഡി കൊടുത്തിട്ട് 4-5 വർഷമായി. ഇങ്ങനെ ജനങ്ങളുടെ നിത്യജീവിതം, ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രശ്നം, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നം, ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ 18 മണിക്കൂറും കഠിനാധ്വാനം നടത്തുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൻ്റെ രണ്ടറ്റം മുട്ടിക്കാൻ ഈ ഗവൺമെൻറ്റിൻ്റെ ചില നിലപാടുകൾ ശരിയാവുന്നില്ല. പ്രയാസത്തിലാണ് ഇവിടുത്തെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക്, സഖാക്കൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരെ അപമാനിച്ചു വിടുന്നു കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും പോലീസും. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ആ ഗവൺമെൻറ്റിൽ നിന്ന് ഇറങ്ങി വന്നവനാണ് ഞാൻ. ഇവിടെയാണ് എന്നെ കത്രിക പൂട്ടുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ. എനിക്കെൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ വാക്കേ പറയാനുള്ളൂ. എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം, 9 വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം, ദുരിതങ്ങളിൽ, ആശുപത്രിയിലെ പ്രയാസം, എല്ലാത്തിലും ഒരു MLA-ക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി, AC ബേക്കറി കയറി. ഞാൻ നിലമ്പൂരിൽ ചായ കുടിക്കാറില്ല, പൊതുവിൽ ഞാൻ കുടിക്കാറില്ല. അവിടുത്തെ സാധാരണ വഴിയോര കച്ചവടക്കാരന് അവൻ്റെ അടുത്ത് നിന്ന് ഒരു ബുൾസൈ, ഒരു കട്ടൻ ചായയും വാങ്ങിയാൽ അവന് 100 റുപ്യ കിട്ടുമല്ലോ. ആ ഉദ്ദേശത്തിൽ നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ്. ഒരു ഭാഗത്ത് പിണറായിയാണ്, ഒരു ഭാഗത്ത് സതീശനാണ്, ഒരു ഭാഗത്ത് RSS ആണ്. ഇത് മൂന്നും കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ്. ഞാൻ ഈ 2026 തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജയിച്ചിരിക്കും. അല്ല, ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാനുണ്ടാകും എന്ന പ്രതീക്ഷ എനിക്കില്ല.